ഹലോ എവരിവൺ, വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ് കപ്പിൾ. ഞാൻ കൃഷ്ണ. സോ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യം OET ഓർ IELTS ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ UK റിക്രൂട്ട്മെൻറ്റ് നടക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിലേ ആയിട്ടുണ്ട്. ഈവൻ അവരുടെ OET IELTS കാര്യങ്ങളൊക്കെ എക്സ്പയർ ആവാനുള്ള ചാൻസസ് ഒക്കെ തന്നെയുണ്ട്. ആ ഒരു ടൈമിലാണ് അയർലൻഡിൻ്റെ വാക്കൻസീസും കാര്യങ്ങളൊക്കെ അവർ ഓപ്പൺ ആക്കുന്നത്. വളരെ കുറച്ചാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നതെങ്കിലും ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അയർലൻഡിലേക്കുള്ള വാക്കൻസീസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ റീസെൻ്റായിട്ട് OET എക്സാം എല്ലാം പാസ്സായി വാലിഡ് ആയിട്ടുള്ള OET സ്കോർ ഷീറ്റോ അല്ലെങ്കിൽ IELTS സ്കോർ ഷീറ്റോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അയർലൻഡിലേക്കുള്ള ഈ ഒരു നഴ്സിംഗ് ജോബ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ CV, നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTSൻ്റെ മാർക്ക് ഷീറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇനി പറയാൻ പോകുന്നു, ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാൻ പോകുന്ന ഇമെയിൽ IDസിലോട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം അതിനകത്ത് പറയുന്ന എലിജിബിലിറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കുകയും വേണം എന്തായാലും. ഓക്കെ, അപ്പോൾ അയർലൻഡിൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ക്ലബ്ബിംഗ് പോസിബിൾ ആണ്? അയർലൻഡിൽ ക്ലബ്ബിംഗ് പോസിബിൾ അല്ല. ഒന്നും കൂടെ ക്ലിയർ ആക്കി പറയുകയാണ്, നിങ്ങൾ സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ആയിരിക്കണം എക്സാം എഴുതിയിരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് ഏതർ റീഡിങ്ങിനോ ലിസ്ണിങ്ങിനോ റൈറ്റിങ്ങിനോ സ്പീക്കിങ്ങിനോ C+ ആയി പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അയർലൻഡിൻ്റെ റിക്വയർഡ് സ്കോർ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ക്ലബ്ബിംഗ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ OET സ്കോർ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓൺലൈൻ വിർച്വൽ ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ തരുന്നുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ഇട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ദെൻ അതിനുശേഷം റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുന്ന സംഭവം ഇതെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ഡിപ്ലോയ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ബാക്കി പ്രോസസ്സിംഗ് എല്ലാം ഫാസ്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, നിങ്ങൾക്ക് അയർലൻഡിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് UK മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും കൺട്രീസിലോട്ട് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനും സാധിക്കും എന്തായാലും. പിന്നെ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം എഴുതേണ്ട ആവശ്യം പോലും വരുന്നില്ല എന്തായാലും. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സ്റ്റാഫ് നഴ്സ് മെൻ്റൽ ഹെൽത്തിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിൽ വന്നിരിക്കുന്നത് ഡബ്ലിനിലേക്കാണ്, ഫുൾ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് കേറ്റ് കൗഹിഗ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ റിക്രൂട്ടേഴ്സാണ്. ഇവരുടെ നേരത്തെയും ഇവരുടെ പോസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ്സ്. ഒരു പ്രോപ്പറായിട്ട് ഒത്തൻറ്റിക് ആയിട്ട് നടത്തുന്ന ജെനുവിൻ ഏജൻസിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഈ ചാനലിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് നഴ്സ് ഇൻ മെൻ്റൽ ഹെൽത്ത് ഫോർ HSC ഹോസ്പിറ്റൽസ് ഇൻ അയർലൻഡിലേക്കാണ് അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എസെൻഷ്യൽ ക്രൈറ്റീരിയാസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് മെയിൻ തിങ് നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. അതായത് മാസ്റ്റേഴ്സ് ഇൻ മെൻ്റൽ ഹെൽത്തോ അല്ലെങ്കിൽ സൈക്കാട്രിക് നഴ്സിംഗോ ആയിരിക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ BSc നഴ്സിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിരിക്കത്തില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ മസ്റ്റ് ഹാവ് അപ്ലൈ ടു ദി NMBI സൈക്കാട്രിക് ഡിവിഷൻ ഓർ ബി എലിജിബിൾ ടു അപ്ലൈ വാലിഡ് OET or IELTS സർട്ടിഫിക്കറ്റ്. നിങ്ങൾ NMBIയിൽ സൈക്കാട്രിക് രീതിയിൽ തന്നെ സൈക്കാട്രിക് നഴ്സിംഗിലേക്ക് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള OET IELTS ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് എസെൻഷ്യൽ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യും എന്തായാലും. ഓക്കെ, പിന്നെ അതോടൊപ്പം പറയുന്നത് നിങ്ങൾക്ക് മിനിമം, ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം വരുന്നത്, മിനിമം ഓഫ് 6 years അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് വേണം ഇൻ എ 200-bedded ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. അത് അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എന്നേ പറയുന്നുള്ളൂ. ആൻഡ് അത് എടുത്ത് മെൻ്റൽ ഹെൽത്ത് ആണെന്നുള്ള കാര്യം പറയുന്നില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ പ്ലസ് മെൻ്റൽ ഹെൽത്തും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യും എന്തായാലും. ഓക്കെ, പിന്നെ കറണ്ട് എക്സ്പീരിയൻസ് ആൻഡ് റിലവൻറ്റ് സ്പെഷ്യാലിറ്റീസ് എസെൻഷ്യൽ. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ എസെൻഷ്യൽ ആണ് എന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട്. സോ കറൻ്റ്ലി നിങ്ങൾ മെൻ്റൽ ഹെൽത്തിലാണോ വർക്ക് ചെയ്യുന്നുള്ള കാര്യം കൂടി ഒന്ന് ഉറപ്പ് വരുത്തുക എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇവരുടെ വെബ്സൈറ്റിൻ്റെ പ്രോപ്പർ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പാക്കേജസും എന്തിനൊക്കെയാണ് ഒരു റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് തരുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതെല്ലാം നിങ്ങൾക്ക് നോക്കാം, മുഴുവനായിട്ട് വായിച്ച് നോക്കുക. സെപ്റ്റംബർ 2024 അല്ലെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ടാണ് അവർ ഇൻ്റർവ്യൂസ് നടത്താനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇമെയിൽ IDയിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് CV, നിങ്ങളുടെ OET or IELTSൻ്റെ സ്കോർ ഷീറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു വാക്കൻസി എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക്സിലോട്ടാണ്. അപ്പോൾ ഒന്ന് ഇപ്പോൾ കഴിഞ്ഞത് മെൻ്റൽ ഹെൽത്തിൻ്റെ ആയിരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്ന പീഡിയാട്രിക്സിൻ്റെയാണ്. അപ്പോൾ പീഡിയാട്രിക് ഓങ്കോളജി ആണ്. ഇതും ഡബ്ലിനിലോട്ട് തന്നെയാണ്, ഫുൾ ടൈം തന്നെയാണ് ജോബ് വന്നിരിക്കുന്നത്. ഓക്കെ, ജോബ് റോൾ എന്ന് പറയുന്നത് ഫുൾ ടൈമിലേക്ക് തന്നെയാണ്, അല്ലാതെ പാർട്ട് ടൈം അല്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പീഡിയാട്രിക് ഓങ്കോളജി നഴ്സസിനെയാണ് അവർക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഡബ്ലിൻ ടീച്ചിങ് ഹോസ്പിറ്റൽസിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് അവർ നടത്തുന്നത്. സെപ്റ്റംബർ 24 തന്നെയാണ് ഈ ഒരു ഇൻ്റർവ്യൂസ്, അല്ലെങ്കിൽ ഒക്ടോബറിലോട്ടോ ആവാം ചിലപ്പോൾ. ഇതിനകത്ത് മെയിനായിട്ടുള്ള എസെൻഷ്യൽ ക്രൈറ്റീരിയ അവർ പറയുന്നത് വീണ്ടും മിനിമം 6 years ഓഫ് അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് അവർക്ക് വേണം എന്ന് പറയുന്നുണ്ട്. പീഡിയാട്രിക് ഓങ്കോളജിയിലുള്ള എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് അവർക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ NMBIയുടെ ഡിസിഷൻ ലെറ്ററോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ് ആണെന്നുണ്ടെങ്കിലോ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. വാലിഡ് ആയിട്ടുള്ള OET or IELTS സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഈ ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ താഴെയുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് ഓപ്ഷൻസും അവരുടെ പാക്കേജ് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് കാണാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് CV, OETയുടെ അല്ലെങ്കിൽ IELTSന്റെ സ്കോർ ഷീറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇമെയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇനി മൂന്നാമത് വന്നിട്ടുള്ളത് അയർലൻഡിലേക്കുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇത് നടത്തുന്ന IITR ആണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ പോസ്റ്റ് വന്നിരിക്കുന്നത് പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റിലേക്ക്, നമ്മൾ പാക്ക് എന്നൊക്കെ പറയുന്ന പോലെ പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റിലേക്കാണ് അവർ നഴ്സസിനെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കാണ്. ഓക്കെ, അപ്പോൾ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ BSc GNM ആയിരിക്കണം, OET or IELTS പാസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ NMBIയുടെ ഡിസിഷൻ ലെറ്റർ നിങ്ങൾക്ക് റിസീവ്ഡോ ഇൻ പ്രോസസ്സോ അല്ലെങ്കിൽ വില്ലിംഗ് ടു അപ്ലൈ, നിങ്ങൾക്ക് ഓൾറെഡി അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള എല്ലാ വില്ലിങ്നെസ്സോ അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ എന്നുള്ളൊരു കാറ്റഗറിയിലായിരിക്കണം. പിന്നെ പറയുന്നത് മിനിമം ഓഫ് 6 years ഓഫ് അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ മനസ്സിലാവും, മിക്ക ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അയർലാൻഡിലേക്ക് വരുന്ന റിക്രൂട്ട്മെൻറ്റ്സ് എല്ലാം തന്നെ അവർ ഈ ഒരു എക്സ്പീരിയൻസിൽ ഭയങ്കര കർക്കശമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഫ്രഷേഴ്സിന് ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ അയർലൻഡ് റിക്രൂട്ട്മെൻറ്റ്സ് എല്ലാം തന്നെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നത് നിങ്ങൾ മിനിമം ഒരു 250 ബെഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, അതൊരു NABH അല്ലെങ്കിൽ JC അക്രഡിറ്റഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്നുള്ള കാര്യം എസെൻഷ്യലായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ താഴെ കാണുന്ന നമ്പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ CVയും അല്ലെങ്കിൽ OET സ്കോർ ഷീറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ OETയുടെ IELTSന്റെ സ്കോർ ഷീറ്റ് എല്ലാം തന്നെ ireland@higher-indians.com എന്ന് പറയുന്ന ഇമെയിലോട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ടൈറ്റ്നസ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അവർ വെക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഈ മോർ ദാൻ ഈ ഒരു 6 yearsൻ്റെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ അവർക്കോ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം അറിയാമല്ലോ സിറ്റുവേഷൻ എന്തായാലും അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. കാര്യം ഇതെല്ലാം തന്നെ ഒരു പ്രോപ്പർ ജെനുവിനായിട്ടുള്ള ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെയാണ് അവർ നടത്തുന്നത്. ഇതിനകത്ത് വേറെ ഒരു രീതിയിലുള്ള നിങ്ങളുടെ നോർമലുള്ള കാശ് ചിലവ് വരുന്ന, അല്ലാതെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള തിരിമറിയോ അല്ലെങ്കിൽ കാശ് ചിലവോ സ്കാമോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഇൻ്റർവ്യൂ റിക്രൂട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തിക്കുന്നത്. കാര്യം ഇതിപ്പോൾ സെപ്റ്റംബറിലേക്കുള്ള ഇൻ്റർവ്യൂസാണ്. കാര്യം ഇങ്ങനെ വരുന്ന സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം തന്നെ അവർ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ഡിപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇമ്മീഡിയറ്റ് ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും വിളിക്കാം. ഓക്കെ, അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു അവസരം എന്തിനാണ് നമ്മളായിട്ട് കളയുന്നത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ വേറെ എങ്ങോട്ടെങ്കിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഈ HSCയിൽ പോയി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അയർലൻഡിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാംസിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വേണ്ടി വരില്ല എന്തായാലും. ഓക്കെ, ഇപ്പോൾ ഈ വാക്കൻസീസും എല്ലാം തന്നെ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനൊക്കെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ എബ്രോഡ് നഴ്സിംഗ് ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന മുറയ്ക്ക് അതുപോലെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ തന്നെ ഈ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഫോളോ ചെയ്യാനുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. കാര്യം ഈ വീഡിയോ എടുത്ത് ഇടുന്ന ഒരു സമയമുണ്ട്. അതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽസിലും പേജിലും ഞങ്ങൾ ഷെയർ ചെയ്യും എന്തായാലും. ഓക്കെ, നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലേ, ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അവർക്ക് ആദ്യമേ തന്നെ മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ബാക്കിയുള്ള ആ ഒരു സംഭവം പോർട്ടൽ ഓപ്പൺ ആക്കില്ല, അവർ ക്ലോസ് ആക്കുകയും ചെയ്യും എന്തായാലും. അതുകൊണ്ട് നിങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. മാക്സിമം എന്ത് ചെയ്യുക, കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റിക്രൂട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഇതുപോലെ വിട്ടിട്ടാണെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക അതിന് വേണ്ടിയിട്ട്. ഇപ്പം അയർലൻഡിലേക്കാണെങ്കിൽ NMBA എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ UKയിലേക്കാണെങ്കിൽ നിങ്ങൾ NMCയുടെ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി വെക്കാനായിട്ടോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനായിട്ടോ ഒന്ന് നോക്കുക എന്താണെങ്കിലും. സോ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഫീഡ്ബാക്സോ കമൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നഴ്സിംഗ് കൊളീഗ്സിനും ഫ്രണ്ട്സിനും ഗ്രൂപ്പ്സിലും ഒക്കെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. കാര്യം ഈ ഒരു ലിമിറ്റഡ് ഷോർട്ട് പീരീഡ് ഇൻ്റർവ്യൂസിന് വരുന്നതുകൊണ്ട് തന്നെ എലിജിബിൾ ആയിട്ടുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യട്ടെ എന്തായാലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.